ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ദൈനംദിന അപ്പം എന്ന അനുദിന വചനചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് അവനൊരു കുഞ്ഞാടിനെ പോലെയാണ് എന്ന വിഷയത്തെ ആസ്പദമാക്കി ചില കാര്യങ്ങളെ നമുക്ക് ചിന്തിക്കാം. അതിനാധാരമായ ഒരു വാക്യം വായിക്കാം. യോഹന്നാൻ എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 29-ാം വാക്യം. പിറ്റേന്നാൾ യേശു തൻ്റെ അടുക്കൽ വരുന്നത് അവൻ കണ്ടിട്ട്, ഇതാ ലോകത്തിൻ്റെ പാപം ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. യോഹന്നാൻ സ്നാപകൻ ദൈവത്തെക്കുറിച്ച് ഒരു പ്രത്യേക വെളിപ്പാട് സ്വീകരിച്ചു. യേശു അവൻ്റെ അടുക്കൽ വന്നപ്പോൾ കർത്താവായ യേശു ഒരു സാധാരണ കുഞ്ഞാടല്ലെന്ന വെളിപ്പാടായിരുന്നു അത്. എന്നാൽ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്, അതെ, ലോകത്തിൻ്റെ മുഴുവൻ പാപങ്ങൾ നീക്കാൻ പാപയാഗമായി തന്നെ തന്നെ സമർപ്പിച്ച ദൈവത്തിൻ്റെ കുഞ്ഞാടായിരുന്നു അവൻ. ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ പലയിടത്തും നമ്മൾ കുഞ്ഞാടിനെ കാണുന്നു. നിങ്ങൾ വീണ്ടെടുക്കപ്പെട്ടത് ദ്രവത്വങ്ങളാലല്ല, മറിച്ച് ക്രിസ്തുവിൻ്റെ വിലയേറിയ രക്തത്താലാണ്, കളങ്കമില്ലാത്ത കുഞ്ഞാടിനെ പോലെ. ഇത് 1 പത്രോസ് 1-ാം അധ്യായം 18-19 വാക്യങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. ഭൂമിയുടെ അടിത്തറയ്ക്ക് മുൻപ് തന്നെ അവൻ സ്ഥാപിക്കപ്പെട്ടു. കർത്താവായ യേശുവിനെക്കുറിച്ച് നിങ്ങൾക്ക് നല്ല അറിവുണ്ടെങ്കിൽ ലോകസൃഷ്ടിക്ക് മുൻപ് അവൻ എങ്ങനെ തിരഞ്ഞെടുക്കപ്പെട്ടുവെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ആ അറിവ് വളരെ അത്ഭുതകരമാണ്. തിരുവെഴുത്തുകൾ പറയുന്നു, അവൻ എന്നേക്കുമായി ആദ്യം മുതൽ ഭൂമി ഉണ്ടാകുന്നതിന് മുൻപേ സ്ഥാപിക്കപ്പെട്ടു എന്ന്. ഇത് സദൃശ്യവാക്യങ്ങൾ 8-ാം അധ്യായം 22-23 വാക്യങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. ഞാൻ എൻ്റെ പിതാവിനോടൊപ്പം പ്രിയപ്പെട്ട പുത്രനെ പോലെയായിരുന്നു. പിന്നെ ഞാനൊരു വിദഗ്ധ ശില്പിയായി അവൻ്റെ അരികിലുണ്ടായിരുന്നു. ഞാൻ ദിവസേന അവൻ്റെ പ്രസാദമായിരുന്നു. അവൻ്റെ മുൻപാകെ എപ്പോഴും സന്തോഷിച്ചു. അവൻ്റെ നിവസിച്ച ലോകത്തിൽ സന്തോഷിച്ചു. എൻ്റെ ആനന്ദം മനുഷ്യപുത്രന്മാരോടൊപ്പമായിരുന്നു എന്ന് സദൃശ്യവാക്യങ്ങൾ 8-ാം അധ്യായം 30-31 വാക്യങ്ങളിൽ കാണാൻ സാധിക്കും. ഭൂമിയുടെ അടിസ്ഥാനത്തിന് മുൻപ് തന്നെ കർത്താവായ യേശു തൻ്റെ പിതാവിൻ്റെ സാന്നിധ്യത്തിൽ തൻ്റെ പ്രിയപ്പെട്ട പുത്രനുമായി അവിടെ ഉണ്ടായിരുന്നു. അവനും മനുഷ്യപുത്രന്മാരോടൊപ്പം ഈ ലോകത്തിൽ സന്തോഷിക്കുകയുണ്ടായിരുന്നു. അപ്പോസ്തലനായ യോഹന്നാൻ സുവിശേഷം 1-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളിൽ ഇപ്രകാരം പറയുന്നു. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. അവൻ ആദിയിൽ ദൈവത്തോടു കൂടെ ഉണ്ടായിരുന്നു. സകലവും അവൻ മുഖാന്തരം ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല എന്ന്. അപ്പോസ്തലനായ പൗലോസും കൊലോസ്യർക്കുള്ള തൻ്റെ ലേഖനത്തിൽ ഇതേ ആശയം പങ്കുവച്ചു. കൊലോസ്യർ 1-ാം അധ്യായം 15 മുതൽ 17 വരെയുള്ള വാക്യങ്ങളിൽ അവൻ ഇപ്രകാരം പറയുന്നു. അവൻ അദർശനായ ദൈവത്തിൻ്റെ പ്രതിമയും സർവ്വസൃഷ്ടിക്കും ആദ്യജാതനുമാകുന്നു. സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും ദൃശ്യമായതും അദൃശ്യമായതും, സിംഹാസനങ്ങളാകട്ടെ, കർത്തൃത്വങ്ങളാകട്ടെ, വാഴ്ചകളാകട്ടെ, അധികാരങ്ങളാകട്ടെ, സകലവും അവൻ മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടു. അവൻ മുഖാന്തരവും അവനായിട്ടും സകലവും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. അവൻ സർവ്വത്തിനും മുൻപേ ഉള്ളവൻ, അവൻ സകലത്തിനും ആധാരമായിരിക്കുന്നു എന്ന്. അതേസമയം ലോകസ്ഥാപനത്തിന് മുൻപ് തന്നെ നമുക്ക് വേണ്ടി തന്നെ തന്നെ നിയോഗിച്ച ദൈവപുത്രൻ കൂടിയാണ് അവൻ. അങ്ങനെ അവൻ ലോകസ്ഥാപനം മുതൽ അറുക്കപ്പെട്ട കുഞ്ഞാട് എന്ന പേര് സ്വീകരിച്ചു. ഇത് വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായം 8-ാം വാക്യത്തിൽ കാണാൻ സാധിക്കും. ദൈവമക്കളെ, അവൻ നിങ്ങൾക്ക് വേണ്ടി അറുക്കപ്പെട്ട കുഞ്ഞാടിനെ പോലെയാണ്. അതിനാൽ നിങ്ങളുടെ പാപങ്ങൾക്ക് മോചനമുണ്ട്, ഒപ്പം നിങ്ങളുടെ ഭാവിയെക്കുറിച്ചുള്ള പ്രതീക്ഷയും. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. കൂടുതൽ ധ്യാനത്തിനുള്ള വാക്യം വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായം 23-ാം വാക്യം. നഗരത്തിൽ പ്രകാശിപ്പാൻ സൂര്യനും ചന്ദ്രനും ആവശ്യമില്ല, ദൈവ തേജസ് അതിനെ പ്രകാശിപ്പിച്ചു, കുഞ്ഞാട് അതിൻ്റെ വിളക്കാകുന്നു. ഇന്നത്തെ ബൈബിൾ വായന: രാവിലെ നെഹമ്യാവ് 10-11 അധ്യായങ്ങൾ, വൈകുന്നേരം അപ്പോസ്തല പ്രവൃത്തികൾ 4-ാം അധ്യായം 1 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ. ആമേൻ.